അപ്പോൾ ഇനിയിപ്പോൾ ഷട്ടിൽ അതിന് ഒരു ഡെവലപ്മെൻറ്റ് അത് കൂടുതൽ ജനകീയമാക്കാൻ എല്ലാവർക്കും അറിയാവുന്ന ഗെയിം പെട്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്, അതാണ് ഏറ്റവും വലിയ സംഭവം. അപ്പോൾ അതൊന്നുകൂടി ജനകീയമാക്കാൻ എന്താണ് താങ്കൾ സജസ്റ്റ് ചെയ്യുന്നത്? അല്ല, അതിനകത്ത് ബേസിക്കലി ഷട്ടിലുള്ള ഒരു ഡ്രോബാക്ക് ഇപ്പോൾ ഉള്ളത് ഷട്ടിലിലെ കോസ്റ്റാണ്. ഷട്ടിൽ പ്ലാസ്റ്റിക് ഷട്ടിൽ ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷേ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ഫെദർ ഷട്ടിലാണ് ഉപയോഗിക്കുന്നത്. അത് കോസ്റ്റ്ലിയാണ്. അതാണ് ഒരു വലിയൊരു ഡ്രോബാക്ക് ആയിട്ടുള്ള ഈ ബാഡ്മിൻ്റനിലുള്ളത്. ശരിക്കും അതർവൈസ് ആ ഗെയിം കുറച്ച് ഒരുപാട് ശരിക്കും പണ്ടൊരു പ്രഡിക്റ്റ് ചെയ്തത് ഒരു 2010 ആകുമ്പോഴത്തേക്ക് അത് ടെന്നീസിനെ ഓവർടേക്ക് ചെയ്യുമെന്നാണ് അന്ന് പണ്ടൊരു പ്രഡിക്ഷൻ ഉണ്ടായിരുന്നത്. പക്ഷേ പറഞ്ഞത് ഒരു കറക്റ്റ് ഒരു രീതിയിൽ, അതായത് കൂടുതൽ ടൂർണമെൻറ്റ്സ് ഉണ്ട്, കൂടുതൽ ആൾക്കാർ കളിക്കുന്നുണ്ട്. പക്ഷേ പ്രൈസ് മണി ഇനത്തിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ടെന്നീസുമായിട്ട് ഇപ്പോഴും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ ബേസിക് ഒരു റീസൺ ഈ ഷട്ടിലിൻ്റെ കോസ്റ്റ് തന്നെയാണ്. അതെ. അപ്പോൾ അത് കുറയ്ക്കാനുള്ള എന്തെങ്കിലും ഒരു അവർ ഒരുപാട് ടെസ്റ്റുകൾ ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് പ്രോപ്പറായിട്ട് അത് മാർക്കറ്റ് ചെയ്യുകയും ചെയ്താൽ ഏത് ഗെയിമിനും മാർക്കറ്റിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ്. അതായത് ക്രിക്കറ്റ് ആണെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് അറിയാമല്ലോ, അത് മാർക്കറ്റിംഗ് ആണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ അത് ശരിക്കും ചെയ്യുന്നുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്. പണ്ടത്തെ ബാഡ്മിൻ്റൺ കളി അല്ല ഇപ്പോൾ കളിക്കുന്നത്. ഇപ്പോഴത്തെ നാഷണൽ ചാമ്പ്യൻസൊക്കെ നല്ല പെയ്ഡാണ്. അതെ. ഞങ്ങൾ ഒന്നിച്ച് കളിച്ചിട്ടുണ്ട്, ഡബിൾസ് കളിച്ചിട്ടുണ്ട്, സിംഗിൾസ് നാഷണൽ ഗെയിംസ് 87 നാഷണൽ ഗെയിംസ് ഫൈനൽസ് ഞങ്ങളോട് കളിച്ചിട്ടുണ്ട്. എൻ്റെ കോച്ചായിട്ട് വന്നിട്ടുണ്ട്, എൻ്റെ ടീമിൻ്റെ മാനേജറായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ വളരെ നല്ലൊരു ബന്ധമുണ്ട്. അതെ, പ്രകാശിൻ്റെയാണ് ഇന്ത്യയിലുള്ള ഏറ്റവും നല്ലൊരു അക്കാഡമി ഉള്ളത്, പ്രകാശ് പടുക്കോൺ ബാഡ്മിൻ്റൺ അക്കാഡമി എന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്നാണ് ഒരുപാട് പ്ലേയേഴ്സ് പൊങ്ങി വന്നിട്ടുള്ളത്. ഗോപിചന്ദ് ഉൾപ്പെടെ പല പ്ലേയേഴ്സും വന്നിട്ടുള്ളത്. ഇപ്പോഴും ഒരുപാട് പ്ലേയർ, ഇപ്പോഴത്തെ നാഷണൽ ചാമ്പ്യൻ, നാഷണൽ നമ്പർ 2 അനൂപ് ശ്രീധർ, അരവിന്ദ് ഭട്ട്, പിന്നെ ലേഡീസ് നാഷണൽ ചാമ്പ്യൻ തൃപ്തി മുരുകണ്ടെ, അവരൊക്കെ ആ അക്കാഡമിയിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ കേരളത്തിലെ ആർക്കാണ് ഇനി സ്കോപ്പ് ഉള്ളത്? കേരളത്തിൽ ഇപ്പോൾ ഒരു ഡബിൾ സ്ട്രെൻഡാണ് കേരളത്തിൽ കൂടുതലും. പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ നമുക്കറിയാം രൂപേഷ് കുമാർ, സനേവ് തോമസ്, അവരിപ്പോൾ 6 വർഷമായിട്ട് കണ്ടിന്യൂസ് നാഷണൽ ചാമ്പ്യനാണ്. അപ്പോൾ അതേപോലെ ഡബിൾസ് വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. സിംഗിൾസ് ഇപ്പോൾ 1-2 കുട്ടികൾ നന്നായിട്ട് കളിച്ച് വരുന്നുണ്ട്. പ്രണോയ് കളിച്ച് വരുന്നുണ്ട്, ഒരു PC തുളസി വരുന്നുണ്ട്, ഒരു ദയ എൽസ ജേക്കബ് കളിക്കുന്നുണ്ട്. അങ്ങനെ കുറേ കുട്ടികൾ നന്നായിട്ട് കളിച്ച് വരുന്നുണ്ട് സിംഗിൾസ്. പെൺകുട്ടികളുടെ വിഭാഗത്തിലും വരുന്നുണ്ടല്ലോ? പെൺകുട്ടികൾ നന്നായിട്ട് പോകുന്നുണ്ട്. കേരളത്തിലെ ഒരു അപർണ ബാലൻ ഓൾറെഡി നാഷണൽ ലെവലിൽ ടോപ്പാണ്. PC തുളസി നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പെണ്ണുങ്ങളും ഇപ്പോൾ പുതിയ ട്രെൻഡാണ്. പണ്ട് നാഷണൽ ടോപ്പ് ലെവലിൽ ഗേൾസ് കുറവായിരുന്നു കേരളത്തിൽ നിന്ന്. അതെ, ഞാൻ ഭാരത് പെട്രോളിയത്തില്ല, ഇപ്പം കൊച്ചി റിഫൈനറിലെ സീനിയർ മാനേജറാണ്. അത് സ്പോർട്സ് വഴി തന്നെയാണോ? അല്ല, എനിക്ക് രണ്ടും ഇതാണ്. അക്കാഡമിക്കലായിട്ടും ഞാൻ ബേസിക്കലി ഒരു സിവിൽ എഞ്ചിനീയറാണ്. അപ്പോൾ അതും ഉണ്ട്. എൻ്റെ സ്പോർട്സും എല്ലാം കണക്കായിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ ഈ കോളേജ് ലെവലിലാണോ കളിച്ചു തുടങ്ങിയത് ശരിക്കും? അല്ല, ഞാൻ സ്കൂൾ ലെവലിൽ. ഇപ്പോൾ ഞാൻ 8ാം ക്ലാസ്സിൽ ജീവിരാജ സ്പോർട്സ് സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. അന്ന് തൊട്ട് നാഷണൽ സ്കൂൾ ചാമ്പ്യനായി, അങ്ങനെ സബ് ജൂനിയർ നാഷണൽ ചാമ്പ്യനായി. അപ്പോൾ ആ ഒരു 12ാമത്തെ വയസ്സ് തൊട്ട് കളി തുടങ്ങിയതാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും കൂടുതൽ മുതൽക്കൂട്ടായിട്ടുള്ളത്. അതെ. കാര്യം ഞാനിപ്പോൾ കേരളത്തിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്ന ഒരു റെക്കോർഡായിരിക്കും. 26 വർഷം കേരളത്തിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് വേണ്ടി 13 വർഷം കളിച്ചിട്ടുണ്ട്. ഒരു അർജുന അവാർഡ് എന്ന് പറഞ്ഞൊരു പരമോന്നത അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് പേഴ്സണലായിട്ടൊരു ഗുണം കിട്ടിയിരിക്കുന്നത്? അല്ല, അതൊരു ബേസിക്കലി നമുക്കൊരു എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്കൊരു അതിൻ്റെ ഒരു ഫലസമാപ്തിയിൽ എത്തണം എന്ന് പറയുമ്പോൾ തോന്നുന്നില്ലേ? അങ്ങനെ തോന്നുന്ന ഒരു അർജുന അവാർഡ് കിട്ടുമ്പോൾ നമുക്കൊരു എന്തോ ഒരു അംഗീകാരം. കേരളത്തിൽ ഇപ്പോൾ അർജുന അവാർഡ് കിട്ടിയ ഒരാളെന്ന് പറഞ്ഞാൽ VVIP ആണ്. അതെ. അപ്പോൾ ട്രാവലിംഗിലോ അങ്ങനെ? അതെ. ട്രെയിനിൽ നമുക്ക് ട്രെയിനിൽ ഫ്രീ ആണ്. എയർ കണ്ടീഷൻ AC ട്രെയിനിൽ ഫ്രീ ആണ്. പിന്നെ കേരള ട്രാൻസ്പോർട്ടിൽ ഫ്രീ ആണ്. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഞങ്ങൾക്കൊരു പെൻഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പല പത്മശ്രീ കിട്ടിയ 1-2 പേരെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അവർ പറഞ്ഞ ഇതൊന്നും ശ്രമിച്ചിട്ടില്ല, ഇനി എന്തൊക്കെ ഉണ്ടെന്ന് അറിയില്ല. പിന്നെ ഇതുപോലെ കുറച്ച് ആനുകൂല്യങ്ങൾ, അത് യാത്ര കിട്ടുമെന്ന് പറയുന്നുണ്ട്. അത് പക്ഷേ അതുവരെ ലഭിച്ചിട്ടില്ല എന്നൊക്കെ പലരും പറഞ്ഞിട്ട്. അതുകൊണ്ട് ഇല്ല, അർജുന അവാർഡിന് ഞങ്ങൾക്ക് ആദ്യം തന്നെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഒരു പാസ് കിട്ടും റെയിൽവേക്ക് വേണ്ടിയിട്ട്. AC ഫ്രീ ആയിട്ട് ഓൾ ഓവർ ഇന്ത്യ എനി ടൈം. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറഞ്ഞ യാത്രയാണ്. സൗജന്യമാണ്. അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലും പരിഗണന കിട്ടാറുണ്ട്. എല്ലായിടത്തും കിട്ടാറുണ്ട്. സർക്കാർ ഓഫീസുകൾ അങ്ങനെ പോകാറില്ല. പക്ഷെ എന്തായാലും ഒരു അർജുന അവാർഡ് എന്ന് പറയുമ്പോൾ ഒരു നല്ലൊരു എന്തായാലും ഒരു കൺസിഡറേഷൻ ഉണ്ട്. വീട്ടിലെങ്ങനെയാണ് ബാക്കിയുള്ളവർക്ക് സ്പോർട്സ്? അതെ, വൈഫ് സ്പോർട്സ് പേഴ്സൺ ആയിരുന്നു. വൈഫും ഒരു ബാഡ്മിൻ്റൺ പ്ലെയർ ആയിരുന്നു. 2 കുട്ടികളും മക്കളും കളിക്കുന്നുണ്ട്. ഒരാളിപ്പം ജൂനിയർ ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ കിട്ടി, Under-16 കാറ്റഗറിയിൽ. മിക്സഡ് ഡബിൾസിലൂടെയാണ് പരിചയപ്പെട്ടത്? അല്ല, കോളേജിൽ പഠിച്ചതാണ്. എൻ്റെ എഞ്ചിനീയറിംഗ് കോളേജ് ജൂനിയർ ആയിരുന്നു. അപ്പം കുട്ടികളും ഇപ്പോൾ ബാഡ്മിൻ്റൺ 2 പേരും ബാഡ്മിൻ്റൺ കളിക്കുന്നുണ്ട്. മൂത്ത ആൾ Under-16 ഇപ്പോൾ നാഷണൽ റാങ്കിങ് 1 ആണ്. ഇപ്പം കഴിഞ്ഞ വർഷം ഏഷ്യൻ യൂത്ത് ചാമ്പ്യൻഷിപ്പിന് പോയി ഒരു ബ്രോൺസ് മെഡൽ കിട്ടി. 2ാമത്തെ ആൾ Under-10 സ്റ്റേറ്റ് ചാമ്പ്യനാണ്. അപ്പോൾ എല്ലാവരും ബാഡ്മിൻ്റൺ കളിക്കാൻ തുടങ്ങി. അവരെ കോച്ചും കൂടിയാണോ? ഞാൻ ആയിരുന്നു. ഇപ്പോൾ ഒരു അനീഷ് എന്ന് പറഞ്ഞ ആളെ കോച്ച് ചെയ്യുന്നത്. ഇപ്പോൾ വേറെ നാഷണൽ പ്ലെയറാണ് കോച്ച് ചെയ്യുന്നത്.
ആണ്. അതെ. ഇപ്പൊ എപ്പോഴും അപ് ടു ഡേറ്റ് ആണ്, പുതിയ ഷട്ടിലിന്റെ ട്രെൻഡ് എന്താണെന്നൊക്കെ അറിയാം. അതെ അതെ, അത് ഞാൻ ഡെയിലി ഇപ്പോഴും കളിക്കുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, കുട്ടികളോട് കളിച്ചു കൊടുക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യാറുണ്ട്. കാര്യം നമ്മുടെ ഒരു റിക്രിയേഷൻ തന്നെ അതാണ്. അല്ല, എപ്പോഴും ഈ ആരാണെങ്കിലും ഒരാളെ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇതുപോലെ ആകണം, അല്ലെങ്കിൽ അയാളെ അനുകരിച്ചിട്ടായിരിക്കും ചില കലാകാരന്മാർ വന്നിരിക്കുന്നത്. അതുപോലെ ആരെങ്കിലും മുന്നിലുണ്ടായിരുന്നു? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കലാകാരൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ യേശുദാസ്. അത് കലയിലാണ്. സ്പോർട്സിലാണെങ്കിൽ പ്രകാശ് പദുക്കോൺ ആണ്. അതെ, അദ്ദേഹത്തിനെ കണ്ടുകൊണ്ടാണ് ഈ രംഗത്തേക്ക് അല്ല, രംഗത്ത് അതല്ല, രംഗത്ത് വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിനെ പരിചയപ്പെടാൻ കാര്യതും. പിന്നെ കാര്യം അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അദ്ദേഹത്തിന്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ കോർട്ട് വന്നു കഴിഞ്ഞാലുള്ള ആറ്റിറ്റ്യൂഡും അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷനും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫോക്കസിങ്ങും. അതെന്താണ് ആ ഡെഡിക്കേഷൻ, എങ്ങനെയാണെന്ന്? അത് ഓരോ നേച്ചറാണ്, ബൈ നേച്ചറാണ്. പുള്ളി അത്ര ഒരു ഹാർഡ് വർക്കറാണ്. ഇപ്പോഴും ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോഴും പുള്ളി ചില കാര്യങ്ങൾ ചെയ്യില്ല, ചില കാര്യങ്ങൾ. അതായത് നമ്മൾ പല ആൾക്കാർ ഒരു ലെവൽ കഴിഞ്ഞാൽ ചിലപ്പം ഒരു പാർട്ടിക്ക് പോകും, അല്ലെങ്കിൽ ഡ്രിങ്ക്സ് കഴിക്കും, അങ്ങനത്തെ ഒരു ഇതുമില്ല. ഇപ്പോഴും അദ്ദേഹം ആ കളിയിലുള്ള ഫോക്കസിങ്ങും ആ കോച്ചിങ്ങിലുള്ള ഫോക്കസിങ്ങും കൂടുതൽ. ഇപ്പോൾ ചിലപ്പോൾ ആകെ കൂടെ പുള്ളി ചെയ്യുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് ദീപികയുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാറുണ്ട്, ഷൂട്ടിങ്ങിന് പോകുന്നു, അല്ലെങ്കിൽ അവരെ കാണാൻ പോകുന്നു. അതല്ലാണ്ട് പുള്ളി ഫുൾ ടൈം ബാഡ്മിൻ്റനുമായിട്ട് കണക്റ്റഡ് ആണ്. അല്ല, ഒരു മദ്യം ഒരു സ്പോർട്സ്മാന് പ്രശ്നമുണ്ടോ? ഡെഫിനറ്റായിട്ടും. അല്ല, ഒരു അല്പം മദ്യം ബോധത്തോടൊത്തൊന്നും ഇല്ല. കളിയിൽ നിന്ന് അതിൻ്റെ കോൺസെൻട്രേഷൻ പോകും. നോർമലി ഇതൊരു ഡെഡിക്കേറ്റഡ് എഫേർട്ടാണ് ബേസിക്കലി. ആ ഒരു ഡെഡിക്കേറ്റഡ് എഫേർട്ടാണ്. അതിൽ ഒരിക്കലും നമുക്ക് ആ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ഡെഡിക്കേഷൻ കുറയും, പിന്നെ ഡെഫിനറ്റ്ലി അത് എഫക്റ്റ് ആവും. അതെ. അപ്പോൾ ഒരു സ്പോർട്സ്മാൻ ഒരിക്കലും മദ്യം പാടില്ല എന്ന് തന്നെയാണ് ഉറപ്പിച്ചത്? ഡെഫിനറ്റായിട്ടും. എന്തായാലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്പോർട്സിലെ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഞാൻ പല പ്രശസ്തരായ നാഷണൽ ലെവൽ കളിക്കുന്ന, ഫുട്ബോൾ കളിക്കുന്ന അവരെ നമ്മൾ പരിചയപ്പെട്ടപ്പോൾ അവരൊക്കെ മദ്യത്തിന് അടിമയാണെന്ന് പറയുന്നില്ല, എന്തായാലും മദ്യം ഉണ്ടാവും, കഴിക്കുമായിരിക്കും. പക്ഷേ അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ, ഡെഫിനറ്റായിട്ടും പലരും. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള ടോപ്പ് സ്പോർട്സ് പേഴ്സൺസ് പറഞ്ഞാൽ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള പല വ്യക്തികളും ഇപ്പോൾ തന്നെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. വിശ്വനാഥ് ആനന്ദിനെ പരിചയപ്പെട്ടിട്ടുണ്ട്, പ്രകാശുമായിട്ട് വളരെ നന്നായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്, ഗോപിചന്ദുമായിട്ട് വളരെ ക്ലോസ് ആണ്. അതേപോലെ ഒരുപാട് നല്ല ആൾക്കാരോട് പരിചയപ്പെട്ടിട്ടുണ്ട്. അവരൊന്നും ഒരിക്കലും ഇങ്ങനത്തെ കാര്യത്തിലൊന്നും വളരെ ഫോക്കസ്ഡ് ആണ്.